തകർത്ത് വന്നിട്ടില്ല. പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം അതായത് അടി മുതലായി രംഗത്ത് മുതലായി നീ എന്നെ ചുമന്നെടുക്കും തള്ളു വിടാണ്. അങ്ങോട്ട് പറ്റില്ല, അങ്ങോട്ട് പോവും മൈക്കിലേക്ക് വരെ നാടകം പൊളിക്കില്ല. ഇവനൊക്കെ നാടകം പൊളിക്കും. ഡയലോഗ് ഓർമ്മയില്ല, ഒന്നും തെറ്റിക്കരുതാ. ചിരിക്കുന്നു. അയ്യോ, പഴം പുഴുകിയ ചിരി ഇരിക്കാനല്ല പറഞ്ഞു. അട്ടഹസിക്കുന്നു. എന്താ അട്ട 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 അട്ടഹസിക്കാൻ എങ്ങനെയത്? അടിപൊളി അടിപൊളി. അതിവിടെ പറഞ്ഞത് ഉല്ലാത്തുന്നു. ഉല്ലാത്തായി എങ്ങനെയത്? എടാ നടക്കായി എന്റെ മകള് വരുന്നു. മകള് എല്ലാം നീയാണ്. മകള് കൂടെ അച്ഛനാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാൻ വേണ്ടി രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. 3 പ്രാവശ്യം പറയാൻ രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ച എങ്ങനെയാണ്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലി കിട്ടുന്ന ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വന്നിരുന്ന രാജമോഹൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ. എടാ ഒന്ന് ആവേശത്തിൽ പറയണം. മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത് അങ്ങനെയല്ലേ എന്ത് വെച്ചാ മാറ്റണേ? മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ വെറുതെ തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയാണെന്ന് മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ചേച്ചിയൊക്കെ നോക്കണോ? മുതലാളി മാത്രം തിന്നാ മതി. അച്ഛൻ വരുന്നു. ഞാനാണ് എല്ലാം അച്ഛൻ. നിങ്ങളുടെ വാഴ എടുക്കുന്നോ? എന്റെ ഷർട്ട് ഇട്ടുന്നു തന്നെ. മുതലാളി വെളി കേൾക്കുന്നു. മീൻകാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാണ്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് ഞാൻ പറയില്ലാന്ന് പറഞ്ഞല്ലേ? ഗോപി. ഓ ഗോപി. ഗോപി അല്ല, പി കെ ഗോപി. അതിന്റെ
എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാൾ പറയണം. എടാ, ഒരാൾ പറയാ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാൾ പറയാ. ഞാൻ പറയാം. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിങ്ങ അത്തറ പുത്ത പുട്ട അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിങ്ങ ആ പറഞ്ഞത് വസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. എടാ, ചാടി വീഴ. ചാടുന്നു വീഴുന്നു. എടാ, മുതലാളിയുടെ കാര്യത്തേക്ക് ചാടി വീഴ. മുതലാളി മേത്തേക്ക് ആ. ചാടുന്നു വീഴുന്നു. കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മേ എന്റെ ദൈവമേ, നിന്റെയല്ല, മുതലാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. അയ്യോ! മുതലാളി തോക്ക്. ഞാൻ നോക്കൂല, ഇവൻ നോക്കട്ടെ. എടാ, തോക്കെടുക്കാൻ. അച്ഛൻ നോക്കത്തില്ല. ഉമ്മാന്റെ നാടകം പൊളിപ്പൊളി. അവിടെ നിന്ന് ഞാൻ കൊണ്ടുതരാം. ഡാ, ഡാ, അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. ഞാൻ കൊണ്ടുതരാം. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന്. ആരും കണ്ടിട്ടില്ല. വെടി വെക്കുന്നു. അവനാ, അവനെ. മരിച്ചു വീഴുന്നു. അയ്യോ! എന്റെ ദൈവമേ, നീ വെടി വെച്ചിട്ട് നീ എങ്ങനെയാണ് ചാവണെ? എഴുന്നേൽക്കണം, എഴുന്നേൽക്കണം. നീ മരിച്ചു വീഴാം. ഞാൻ മരിച്ചു വീഴാം, മരിച്ചു വീഴാം. അമ്മേ ചിരിക്കുന്നു. നീ ചത്തവനല്ലേ, നീ എങ്ങനെ ചിരിക്കണം? കിടക്കണം. അവിടെ കിടക്കണം. തോക്കുന്നു. മകൻ വരുന്നു. ഞാനാണ്. ഏറ്റവും നീയാണ്. മകനാ. മുമ്പാണ്. മകൻ. ആദ്യം മകൻ. ഡയലോഗ്, ഡയലോഗ്. മുതലാളി, 3 വർഷം ഉൾപ്പെടെ ജോലിക്ക് നിന്ന് എന്റെ പൊന്നുമകളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇത് എവിടെ പോയി? ഇവിടെ ഉണ്ടാ അവിടെ ഭയങ്കര ഉറുമ്പാണ് ചേർക്കാൻ അതാണ് ഞാൻ ഇങ്ങോട്ട് നടക്കുന്നത് സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർണികേ. പെങ്ങളെ സൗവർണികയെ, വാ, 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 വേഗം വാ, വേഗം വാ. പെങ്ങളെ സൗവർണികയെ. നിന്റെ അമ്മയെ തേറി മറിയരുത്. ഇല്ലില്ല, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ, നീ ഒരു ഗർഭിണിയായി കാണുക. എന്തിനാണ് ഈ പറയണം? അല്ലല്ല, കുടുംബിനിയായി കാണുക. പറയൂ മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഡയലോഗ്, ഡയലോഗ്. ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രി മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരടിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതേ അരുതേ എന്ന് ഞാൻ ആവർത്തിച്ചു പാട്ടു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്നു പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം. സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?